ക്വസ്റ്റ്യൻ നമ്പർ 4. അപ്പോ അന്ന് നമ്മള് ഇത് വായിച്ചു, നമ്മുടെ മൈക്കിൾ ജാക്സനെ കുറിച്ച് വായിച്ചു. അതാ അദ്ദേഹം തന്നെ എഴുതിയത് ഈ മെമയർ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ എഴുതുന്നു. ഓതർ ഹിംസെൽഫ് ഹാസ് റിട്ടൺ ഇറ്റ്. ഇറ്റ് ഈസ് ഹിസ് മെമയർ. അപ്പൊ ജീവിതചരിത്രം, അയാളുടെ ജീവിതചരിത്രം അയാൾ തന്നെ എഴുതുന്നതാണ്. ഓക്കെ, ഇനി ഇത് വായിക്കണോ? മൈക്കിൾ ജാക്സനെ കുറിച്ച് വായിക്കണോ? സർ, ചില ഫോട്ടോസിലൊക്കെ മൈക്കിൾ ഫോട്ടോസിലൊക്കെ മൈക്കിൾ ജാക്സനെ കാണാൻ ഇത് ആണിനെ പോലെ ഇരിക്കും, പെണ്ണിനെ പോലെ ഇരിക്കും. അതാ പുള്ളിക്കാരൻ ആ രീതിയിൽ നടക്കുന്നതുകൊണ്ട്. അയാള് എന്താ പറയുന്ന മുഖത്ത് അത്രയും പെയിന്റ് ഒക്കെ അടിച്ചുകൊണ്ട് നടക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് നോക്കാവുള്ളത്, ഇഫ് യു റൈറ്റ് അബൌട്ട് മൈക്കിൾ ജാക്സൺ ഹൗ വിൽ ഇറ്റ് ബി. അതായത് നമുക്കിവിടെ ഐ എന്നുള്ള ആ ഒരു ഇതിലാണ് എല്ലാം വരുന്നത്. ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ ആം അഭിലാഷ്, ഐ ആം ഫ്രം നെയ്യാറ്റിൻകര, ഐ ആം സ്വാൻസോ, ഐ ആം ഹിയർ ആൻഡ് ലൈക്ക് ദാറ്റ്. അത് നമ്മളെല്ലാം പറയുന്നത് ഐ എന്നുള്ള രീതിയിൽ പറയും. അപ്പോ സ്വാൻസോ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാനാടാ, കുറെ അതുപോലുള്ള കാര്യങ്ങള്. ഓക്കെ, അപ്പോ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ഒരാളെ കുറിച്ച് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതും? ഐ എന്ന് പറയേണ്ടടുത്ത് നമ്മൾ ഹീ ചേർക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും അതിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുക. അത് പാസ്റ്റ് ഫോമിൽ ഞാനിപ്പോ പറയുന്ന ഐ ഹാവ് ഓൾവേസ്, ഇപ്പൊ ഇവിടെ മൈക്കിൾ ജാക്സന്റെ ഇത് നോക്കിയോ, ഐ ഹാവ് ഓൾവേസ് വാണ്ടഡ് ടു ബി ഏബിൾ ടു ടെൽ സ്റ്റോറീസ്, യു നോ, സ്റ്റോറീസ് ദാറ്റ് കെയിം ഫ്രം മൈ സോൾ. അപ്പൊ ഞാൻ പറയാണ്, ഇത് ഇപ്പൊ മൈക്കിൾ ജാക്സൺ പറയാണ്, ഇപ്പൊ എനിക്ക് എപ്പോഴും എന്റെ മനസ്സിലെന്ന് വരുന്ന സ്റ്റോറീസും എല്ലാം പറയണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും അങ്ങനെ പറയണം. അപ്പോൾ നമ്മൾ പുള്ളിക്കാരനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ എങ്ങനെ പറയും? ഹി ഹാഡ് ഓൾവേസ്, അതായത് ഹി ഹാഡ്, അവിടെ ഐ ഹാവ്, ഇവിടെ ഹി ഹാഡ് പാസ്റ്റ് ഫോം. അപ്പോ ഹി ഹാഡ് ഓൾവേസ് വാണ്ടഡ് ടു ബി ഏബിൾ ടു ടെൽ സ്റ്റോറീസ് ദാറ്റ് കെയിം ഫ്രം ഹിസ്, ഫ്രം മൈ സോൾ എന്ന് പറയും. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഹിസ് സോൾ. അപ്പൊ എല്ലാം നമ്മൾ ആ ഒരു ചേഞ്ച്. ഇപ്പൊ ഹി ആണെങ്കിൽ ഹി, ഷീ ആണെങ്കിൽ ഷീ, പെൺകുട്ടിയാണെങ്കിൽ ഷീ, അല്ലെങ്കിൽ ആണാണെങ്കിൽ ഹി, ആ ഒരു ഇതിൽ ചേഞ്ച് വരും. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഫൈൻഡ് ഔട്ട് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെന്റൻസസ് ഗിവൺ അബോവ്. ഇതിലുള്ള ചേഞ്ചസ്, ഐ മീൻ ഡിഫറൻസ് എന്തൊക്കെയാണ്? ഈ ഇപ്പൊ 4 സെന്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മൈക്കിൾ ജാക്സൺ സ്വന്തമായിട്ട് പറയുന്നതും ഉണ്ട്, നമ്മൾ മൈക്കിൾ ജാക്സനെ കുറിച്ച് പറയുന്നതും ഉണ്ട്. അപ്പൊ ഇതില് ഇത് എന്തൊക്കെ ഡിഫറൻസ് ആണ് ഉള്ളത് എന്നുള്ളത് നോക്കണം. എന്തൊക്കെ ഡിഫറൻസ് ആ ഉള്ളേ? ഐക്ക് പകരം ഹി അല്ലേ? ഐക്ക് പകരം ഹി. അപ്പൊ ഐക്ക് പകരം ഹി, പറഞ്ഞു മൈക്ക് പകരം ഹിസ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പൊ പുള്ളിക്കാരനെ കുറിച്ച് തന്നെ പറയാം, പക്ഷെ അതപ്പോഴും മൈ സ്റ്റോറി എന്ന് ഞാൻ പറയണ എന്റെ കഥ. പക്ഷെ ഞാനിപ്പോ അശ്വിൻ പറയണം, അശ്വിൻ സ്വന്തമായിട്ട് പറയും മൈ സ്റ്റോറി എന്ന്. അപ്പൊ ഞാനാണ് അശ്വിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നുകിൽ അശ്വിൻ സ്റ്റോറി എന്ന് പറയും, അല്ലെങ്കിൽ ഹിസ് സ്റ്റോറി എന്ന് പറയും. അപ്പൊ അത് തന്നെയാണ് ഇവിടുത്തെ ആ ഒരു ഡിഫറൻസ്. അപ്പോ ഇവിടെ when a person write about himself, I is used. ഇപ്പോ അയാളെ കുറിച്ച് തന്നെ എഴുതുകയാണെങ്കിൽ ഐ യൂസ് ചെയ്യും. That means the first person, അതായത് ഐ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ. When someone writes about others, he is used the third person. അതായത് മറ്റാള്, അതായത് ഞാൻ വേറൊരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി എന്നേ പറയൂ, അല്ലാതെ അവിടെ ഐ എന്ന് ചേർക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ when he is used, it becomes a profile. അപ്പോ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ എഴുതുന്നതിന് നമുക്ക് പ്രൊഫൈൽ എന്ന് പറയാൻ പറ്റും. ഇപ്പൊ സ്വന്തമായിട്ട് എഴുതുകയാണെങ്കിൽ മെമയർ എന്ന് പറയും. അത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിന് നമുക്കൊരു പ്രൊഫൈൽ എന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോ അശ്വിനെ കുറിച്ച് എഴുതുകയാണ്, അങ്ങനെയാണെങ്കിൽ പറയും ഞാൻ അശ്വിന്റെ പ്രൊഫൈൽ എഴുതി. ഇപ്പൊ പ്രൊഫൈൽ റൈറ്റിംഗ് ഒക്കെ ഇത് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോന്ന് അറിയത്തില്ല, പക്ഷെ ഇത് കഴിയുമ്പോൾ അവസാനം പ്രൊഫൈൽ റൈറ്റിംഗ് ഒക്കെ എഴുതാനായിട്ട് വരും. ഓക്കെ,
ഓക്കെ, ഇവിടെ പറഞ്ഞു തന്നിട്ടില്ലല്ലോ, വന്നു കഴിഞ്ഞു. നൗ റീറൈറ്റ് ദ മെമ്മർ ഓഫ് മൈക്കിൾ ജാക്സൺ ഇൻടു എ പ്രൊഫൈൽ. അപ്പൊ ഇതിനെ നിങ്ങൾ പ്രൊഫൈൽ ആക്കണം. അതായത് ഇപ്പോ ഇവിടെ പുള്ളിക്കാരന്റെ മെമ്മർ തന്നിട്ടുണ്ട്, ഇതിനെ നിങ്ങൾ മാറ്റി എഴുതണം. ഇതിനെ നിങ്ങളൊരു പ്രൊഫൈൽ ആക്കണം. ഇത് പുള്ളിക്കാരനെ കുറിച്ച് മാത്രമായിട്ട് എഴുതിയിട്ടുള്ളതാ. പക്ഷെ നമ്മൾ എഴുതുമ്പോ പുള്ളിക്കാരനെ കുറിച്ച് നമ്മൾ ഇപ്പോ ഹി എന്ന് പറയുന്നത് ഐ എന്നുള്ള സ്ഥാനത്തെല്ലാം നമ്മൾ ഹി ചേർക്കേണ്ടി വരും. ടെൻസ് നോക്കുക. ഐ എന്ന് പറയുന്നത് ഐ ഹാവ് ഓൾവേസ് വാണ്ടഡ് ടു ബി. അതിന് വരുന്ന നമ്മൾ മൈക്കിൾ ജാക്സൺ ഹാഡ് ഓൾവേസ് വാണ്ടഡ് ടു ബി. അപ്പൊ ആരെ കുറിച്ചാണെന്നുള്ള കാര്യം ആ രീതിയിൽ പ്രൊഫൈലായിട്ട് എഴുതും. മനസ്സിലായോ? ആരടാ, നീയോ? ഇപ്പൊ ഓക്കെ ആയോ? അപ്പൊ എന്തായാലും നമ്മളിപ്പോ നോക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ മെമ്മറിനെ, അതായത് നമ്മുടെ സ്വയമായിട്ട് എഴുതി വെച്ചിരിക്കുന്നതിനെ നമ്മളൊരു പ്രൊഫൈൽ ആക്കുക എന്നുള്ളത്. ചെയ്യാൻ പറ്റുമോ? ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ അഥവാ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. പറഞ്ഞാൽ മതി. ചെയ്ത് നോക്കണം കേട്ടോ. Okay, sir. Now rewrite the memory of അടുത്ത B. Like Michael Jackson, A.R. Rahman is a popular musician of our country. Let's read about him. അപ്പോൾ നമ്മളിവിടെ A.R. റഹ്മാനെ കുറിച്ച് എഴുതി പറയുന്നുണ്ട്. അപ്പോൾ A.R. റഹ്മാനെ കുറിച്ച് നമ്മുടെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. റീഡ് ദ പ്രൊഫൈൽ ഓഫ് A.R. റഹ്മാൻ. ഇമാജിൻ ദാറ്റ് യു ആർ റഹ്മാൻ ആൻഡ് റീറൈറ്റ് ദ പ്രൊഫൈലിന്റെ മെമ്മറി. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്രൊഫൈലാ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ അത് പുള്ളിക്കാരനെ കുറിച്ച് എഴുതിയിട്ടുള്ളതല്ല, വേറൊരാള് പുള്ളിക്കാരനെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. A.R. റഹ്മാൻ ഈസ് പോപ്പുലർലി നോൺ ആസ് ദ മാൻ ഹു ഹാസ് റീഡിഫൈൻഡ് കണ്ടംപററി ഇന്ത്യൻ മ്യൂസിക്. അപ്പൊ പറയാണ്, ഇപ്പൊ A.R. റഹ്മാൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ മ്യൂസീഷ്യൻ ആണ്. ഇപ്പൊ കണ്ടംപററി മ്യൂസിക്, ഇപ്പോഴത്തെ ആ കാലത്തുള്ള ആ ഒരു മ്യൂസിക്കിനെ റീഡിഫൈൻ ചെയ്തത്, അല്ലെങ്കിൽ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുവന്ന പുള്ളിക്കാരനാണ് A.R. റഹ്മാൻ. ഹീ ഈസ്, കണ്ടോ ഇവിടെ എല്ലാം ഹീ ഈസ് hailed by the Time magazine as a Mozart of Madras. അപ്പോ പുള്ളിക്കാരന് ഇത് എന്താ പറയാ, ഹെയിൽഡ് ബൈ മീൻസ് അയാൾക്ക് ഒരു പേര് ഇട്ട് കൊടുക്കുക. അല്ല എങ്കിൽ അയാൾ വിശേഷിപ്പിച്ചത്, ടൈം മാഗസീൻ വിശേഷിപ്പിച്ചത് മൊസാർട്ട് ഓഫ് മദ്രാസ്. മൊസാർട്ട് എന്ന് പറയുന്നത് ഇതാണ് ഒരു പദവിയായിട്ട് കൊടുക്കുന്നത്. പദവി മീൻസ് അത് എന്താ പറയുക, അത്ര ഒരു ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോ റഹ്മാൻ പർസ്യൂഡ് മ്യൂസിക് ആസ് എ കരിയർ ഫ്രം എ വെരി യങ് ഏജ്. അപ്പൊ അതുപോലുള്ള ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് വായിച്ചു വെക്കുക. ഇപ്പൊ നമ്മൾ കാര്യം ഡീറ്റെയിൽസ് നമുക്ക് അതിൽ ആവശ്യമില്ല, പക്ഷെ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനെ നിങ്ങൾ മെമ്മർ ആക്കുന്നത് എങ്ങനെ എന്നുള്ള കാര്യം. അപ്പോ A.R. റഹ്മാൻ എന്ന് പറയുന്നത് A.R. റഹ്മാൻ ഈസ് പോപ്പുലർലി നോൺ ആസ്. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെ എഴുതും? ഐ. അപ്പോ A.R. റഹ്മാൻ സ്വന്തമായിട്ട് എഴുതുകയാണെങ്കിലോ I am popularly known as the man who has redefined contemporary Indian music. അടുത്ത, he is hailed by. I was hailed by എന്ന് ആക്കണം. അതായത് ഈസിനെല്ലാം വാസ് ആക്കണം. അപ്പോ ആ ടെൻസിൽ വരുന്ന ആ ഒരു ചേഞ്ച് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഹി ഈസ് ഹെയിൽഡ് ബൈ, അതിന് നമ്മൾ ഐ വാസ് ഹെയിൽഡ്, ഞാൻ പറയുമ്പോൾ ഐ ആം ഹെയിൽഡ് ബൈ എന്നുള്ള ആ ഒരു ഇതിൽ പറയത്തില്ല. എനിക്കിപ്പോ ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കിട്ടി എന്നുള്ള ഇതല്ല. പക്ഷെ ഈ ടൈം മാഗസീൻ എനിക്ക് ഈ ഒരു പദവി തന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു പേരിലാണ് എന്നെ അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പേരില് അവരെന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് പാസ്റ്റ് ടെൻസിലായിരിക്കും പറയുക. അതുകൊണ്ടാണ് ഇവിടെ ഐ വാസ് ഹെയിൽഡ് ബൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിക്കുക. അഥവാ എഴുതാൻ പറ്റിയില്ല എങ്കിൽ എന്ന് പറയും, നമുക്ക് എന്തായാലും നമുക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണോ? കഴിഞ്ഞ പ്രാവശ്യം വേറെന്തോ ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്, ക്ലാസ്സിൽ വെച്ച് മറന്നുപോയി. ഹലോ സാർ, ക്ലാസ് കഴിഞ്ഞോ? ക്ലാസ് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴാണ് അവൻ ചോദിക്കുന്നത് ക്ലാസ് കഴിഞ്ഞു വന്നു. അടുത്ത ആക്ടിവിറ്റി. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത് റീഡ് ദ സെന്റൻസ് ഗിവൺ ബിലോ. ആക്ടിവിറ്റി നമ്പർ 5.
but Tansen knew how to get around him. അപ്പൊ ഗെറ്റ് അറൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഞാനത് പറഞ്ഞു തന്ന എന്താ? എന്താ മീനിങ്? സാർ ഒന്നും കേട്ടില്ല. എടാ ഗെറ്റ് അറൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ചെയ്യിപ്പിച്ചെടുക്കാം. ചെയ്യിപ്പിച്ചെടുക്കുക, വേറെ എന്തെങ്കിലും ചെയ്യുക, അങ്ങനെയുണ്ട്. എന്തെങ്കിലും ചെയ്യാ. പക്ഷെ ഗെറ്റ് അറൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളെ ചെയ്യിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ അയാളെ എന്താ പറയാ ഒരു ബുദ്ധിപൂർവ്വം. ഇപ്പോ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ടാൻസൺ ബുദ്ധിപൂർവം തന്റെ ഗുരുവിനെ കൊണ്ട് പാടിച്ചു. എന്ത് പിടിച്ചില്ല ടാൻസൺ കാണിച്ചത്? വാട്ട് ഡിഡ് യു ഡു? വരികൾ എന്തായിരുന്നു അശ്വിൻ? വരികള് പാറിനെല്ലാം തെറ്റിച്ചു പാടി. തെറ്റിച്ച് പാടി, പ്രേരിപ്പിക്കുക. അത് തന്നെയാണ്. അപ്പോ പ്രേരിപ്പിക്കുക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതായത് ഗെറ്റ് അറൗണ്ട് മീൻസ് പെർസ്വേഡ് സംവൺ ടു ഡു സംതിങ്. അതായത് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള, അതായത് ഇത് ഒരു ട്രിക്കിലൂടെയോ എന്തെങ്കിലും കൂടെ ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു ശ്രമം, അതിനാണ് ഗെറ്റ് അറൗണ്ട് എന്ന് പറയാൻ പറ്റും. When the word get combines with around, we get a different. പക്ഷെ ഗെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മീനിങ് എന്താ? ഗെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കിട്ടുക, എറൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ചുറ്റിലും എന്നാണ് മീനിങ്. പക്ഷെ അങ്ങനെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഇത് വാക്കുകള് ഒരുമിച്ച് എറൗണ്ട് എന്നല്ല, റൗണ്ട് എന്ന് മാത്രമല്ലേ? സോറി, ഗെറ്റ് റൗണ്ട്. ഓക്കെ, ഗെറ്റ് എറാടാ, അവിടെ ഗെറ്റ് അറൗണ്ട് എന്നാണ് കേട്ടോ. ഗെറ്റ് റൗണ്ട് എന്നല്ല, ഗെറ്റ് അറൗണ്ട് ഹിം എന്നായിരിക്കും. ഓക്കെ, ഗെറ്റ് റൗണ്ട് എന്നാണോ കിടക്കുന്നത്? സാർ ഇതില് ഗെറ്റ് റൗണ്ട് എന്നാണ് കിടക്കുന്നത്. ഓക്കെ, ഗെറ്റ് റൗണ്ട്. അതെ അതെ. അപ്പൊ ഇതില് ഗെറ്റ് റൗണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കൂ. ഗെറ്റ് റൗണ്ട് എന്ന് പറയുമ്പോ അല്ലെ ഗെറ്റ് അറൗണ്ട് അല്ലെ ഗെറ്റ് റൗണ്ട് എന്ന് പറയുമ്പോ രണ്ട് മീനിങ്. പക്ഷെ ഈ രണ്ട് വാക്ക് ഒരുമിക്കുമ്പോ അതിനൊരു ഡിഫറെന്റ് മീനിങ് കിട്ടും. അതിനെയാണ് നമ്മൾ ഫ്രേസൽ വെർബ്സ് എന്ന് പറയുക. അപ്പൊ ഫ്രേസൽ വെർബ്, വാട്ട് ഈസ് ഫ്രേസൽ വെർബ്? അതായത് നമ്മുടെ കോമ്പിനേഷൻ ഓഫ് ടു ഡിഫറെന്റ് വേർഡ്സ് ടു ഗെറ്റ് ഡിഫറെന്റ് മീനിങ്സ്, അതിനെയാണ് നമ്മൾ ഫ്രേസൽ വെർബ്സ് എന്ന് പറയുക. ലൈക്ക് ഗെറ്റ് റൗണ്ട്, ലൈക്ക് ഗെറ്റ് റൗണ്ട്. ഇപ്പൊ എറൗണ്ട് എന്നുള്ള വാക്കിനെയാണ്, അതിലെന്ന് തന്നെയാണ് റൗണ്ട് എന്നുള്ള വാക്ക് അവർ ഗെറ്റ് റൗണ്ട് എന്നുള്ള വാക്ക് അവർ ചേർത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി ആക്ച്വലി അത് റെഫർ എ ഡിക്ഷണറി ആൻഡ് ഫൈൻഡ് ഔട്ട് അതർ ഫ്രേസൽ വെർബ്സ് ബിഗിനിങ് വിത്ത് ഗെറ്റ് ആൻഡ് ദെയർ മീനിങ്സ്. ഫോർ എക്സാമ്പിൾ, ഗെറ്റ് എവേ. ഗെറ്റ് എന്ന് വെച്ചാൽ കിട്ടുക, എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെ. അതിന്റെ പക്ഷെ രണ്ടും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന ഒരു മീനിങ് നോക്കിയ എസ്കേപ്പ്. ഗെറ്റ് എവേ, അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുക, അല്ലെ എസ്കേപ്പ് എന്ന് പറയുന്നതിന് ഗെറ്റ് എവേ എന്ന് പറയാം. ഇതെന്താ എല്ലാരും വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിരിക്കണേ? ഒരു കാൾ വന്നിരുന്നു. അല്ല, ബാക്കിയുള്ളവര് അശ്വിൻ, അമൃത, ലക്ഷ്മി, സ്വാതി, ബ്രഹ്മൻ. ഇപ്പൊ ജീവൻ പോയോ? കാണാമോ? ഇപ്പൊ നിന്നെ കണ്ടുവിടുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ ഗെറ്റ് എവേ, അപ്പൊ എസ്കേപ്പ്, അതുപോലുള്ള വാക്കുകൾ കണ്ടുപിടിക്കണം. അതുപോലുള്ള വാക്കുകൾ അറിയാവോ? വൈഷ്ണവി, ഗെറ്റ് അക്രോസിന്റെ മീനിങ് പറഞ്ഞേ. ഗെറ്റ് അക്രോസിന്റെ മീനിങ് പറ, അറിയാവോ? അക്രോസ് എന്നാ കുറുകെ. ഗെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഗെറ്റ് അക്രോസ് എന്ന് പറയുമ്പോ കുറുകെ കടക്കുക. ഓക്കെ, അത് തെറ്റല്ലേ സാർ? അക്രോസ്
ഗെറ്റ് അക്രോസിന്റെ മീനിങ് എന്ന് പറയുന്നത് സാർ അവനാണ് ഡിക്ഷണറി ഉണ്ടാക്കി. മാനേജ് ടു മേക്ക് സമൺ ഞാൻ എന്നാണ്. അതായത് ഒരാളെ കേക്ക് ഒരാളെ മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ് ഗെറ്റ് അക്രോസ് എന്ന് പറയുന്നത്. അല്ലാതെ ഇത് അയാളെ പുറത്തു പോകാൻ പറയുന്നതോ അല്ല എങ്കിൽ ഇത് കുറെ നടക്കാൻ പറയുന്നതോ ഒന്നും അല്ല. നമുക്കത് അതാ പറയുന്നത്, ഡിഫറെന്റ് വേർഡില് രണ്ട് ഡിഫറെന്റ് മീനിങ്സ് നമ്മൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡിഫറൻസ് ഉണ്ടോ? അപ്പൊ ഒരാളെ അതിൽ നിന്ന് എന്തിനും മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ് അതിനെയാണ് നമ്മൾ ഗെറ്റ് അക്രോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്ത് പറയാൻ ചാർജ് ഇല്ല, ഫോണിപ്പോ ചത്തു പോകുന്നു. നന്നായി. അല്ല അതുവരെ ഇരിക്കാമല്ലോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇനി ഗെറ്റ് അപ്പ് എന്ന് പറയും. നമ്മൾ രാവിലെ എണീക്കാനായിട്ട് റൈസ് ഫ്രം ദ ബെഡ്. നമ്മൾ ബെഡിൽ നിന്ന് എണീക്കുന്ന ഐ ഗോട്ട് അപ്പ് അറ്റ് 4 o'clock. ഞാനോ പറയും വാട്ട് ടൈം ഡിഡ് യു ഗെറ്റ് അപ്പ്? അപ്പൊ നിങ്ങളുടെ അടുത്ത് എത്ര മണിക്ക് എണീറ്റു എന്ന് ചോദിക്കും. അപ്പൊ എണീക്കുക അതിനെ പറയും ഗെറ്റ് അപ്പ്. അതുപോലെ തന്നെ ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട് അടിക്കുന്ന ഇറങ്ങി പോവുക. ഗെറ്റ് ഓഫ്, ഗെറ്റ് ഓഫ് ഗെറ്റ് ഓഫ് വരും. ഗെറ്റ് ഓഫ് വരും. ഗെറ്റ് ഓഫ് എന്ന് പറയുമ്പോ എന്തുവാ മീനിങ്? ടെക്സ്റ്റിൽ കിടക്കുന്നു. ഒന്നുണ്ട്. ആ എന്താടാ ആരോ എന്തോ ചോദിച്ചു. ഓക്കെ, ഗെറ്റ് അലോങ് ഒക്കെ വരും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഈ വാക്കുകൾ ഇതേപോലുള്ള കുറച്ച് വാക്കുകൾ കണ്ടുപിടിക്കണം, എന്നിട്ട് അതിന്റെ മീനിങ് കണ്ടുപിടിക്കണം. ഞാൻ ഇത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് വെച്ച്. കൊള്ളാലോ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവർക്കുള്ള പണി അതാണ്. ഓക്കെ, അത് കഴിയുമ്പോ ആ ഫ്രേസൽ വെർബ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മള് എഴുതണം. ഡിക്ഷണറി ഒക്കെ നോക്കി കണ്ടുപിടിച്ചത് നേരം എടുത്ത്. ആണോ? നീയോ? ഓ, പിന്നെ കുറച്ചൊക്കെ അച്ഛൻ്റെ അടുത്ത് വെച്ച്, കുറച്ചൊക്കെ ഇതില് നോക്കി, ഫോണില് നോക്കി. നന്നായി. ഓക്കെ, അപ്പോ ഈ ആക്ടിവിറ്റി ചെയ്യേണ്ടത് നിങ്ങള് ഫ്രേസൽ വെർബ്സ് കണ്ടുപിടിച്ച് വേണം ചെയ്യാൻ പറ്റുമോ അതോ പറയണോ? പറ്റും സാർ. ഓക്കെ, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. എന്താടാ ആൻസർ പറയണം. എപ്പോഴാ? അടുത്ത ക്ലാസ്സിൽ സാർ ആൻസർ പറയണം. അത് പറയാം, അത് പ്രശ്നമല്ല. പക്ഷെ അടുത്ത ക്ലാസ്സിന് മുമ്പ് നിങ്ങൾ ഇതെല്ലാം കണ്ടുപിടിച്ച് വെച്ചിരിക്കണം. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം, പ്രശ്നമില്ല. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി നമ്പർ 6. Look at the sentence given below. I can't seem to have enough. Here can't is the contracted form of cannot. അപ്പൊ cannotനെ നമ്മൾ ചുരുക്കി എഴുതുന്നതാണ് can't, CAN'T. അപ്പോ അതുപോലുള്ള കുറച്ച് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. do not, I am, does not, that is, will not, it is, I would, I had. അപ്പോ അതിനെയൊക്കെ നമുക്ക് എങ്ങനെ ചുരുക്കി എഴുതാൻ പറ്റും? ഇതും ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ടെക്സ്റ്റിൽ എഴുതാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട്. ഞാനും ഉണ്ട്. ഓക്കെ 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 ഓക്കെ. സ്വാതി പറഞ്ഞേ, നമുക്ക് ഡുനോട്ടിന്റെ കോൺട്രാക്ട് ഫോം എന്തായിരിക്കും? അൺമ്യൂട്ട് എന്തായിരിക്കും ഡുനോട്ടിന്റെ കോൺട്രാക്റ്റഡ് ഫോം? അതായത് കെനോട്ടിനെ നമ്മൾ കാണ്ടെന്ന് എഴുതി, അപ്പൊ ഡുനോട്ടിനെ എന്തെന്ന് എഴുതും? ഡോണ്ടെന്ന് എഴുതും. അത്രേ ഉള്ളൂ. അടുത്ത ലക്ഷ്മി, ആയാം. എന്തായിരുന്നു? അൺമ്യൂട്ട്. അയാമില്
എങ്ങനെ എഴുതും? അയാമില് മീ എന്ന് എഴുതോ സാർ? എന്തോന്ന്? അയാമിലെ നീ മീ ഞാൻ ചോദിച്ച ഇതിനെ ചുരുക്കി എഴുതാണ്. അതായത് കോൺട്രാക്റ്റഡ് ഫോം എന്തോന്നാ അതിനെ ആ ഒരു അതായത് ഇപ്പൊ ഡിനോട്ടിനെ നമ്മൾ DON''T അപ്പൊ ഡോണ്ട് എന്ന് എഴുതി. കെനോട്ടിനെ CANT എന്ന് എഴുതി, കാണ്ടെന്ന് എഴുതി. അപ്പൊ അങ്ങനെയാണ് അയാമിന് എന്തെന്ന് എഴുതുമായിരിക്കും? അറിഞ്ഞൂടാ സാർ. ഓക്കെ, എനിക്ക് ഐയും എമ്മും മാത്രം ഇടും. I''M I സിംഗിൾ കോട്ട് എം. അതായത് എന്നാ മാത്രമേ കോട്ട് അവിടെ ഇട്ടില്ല എങ്കിൽ നമുക്കതിനെ ഒരിക്കലും അയാം എന്ന് പറയാൻ പറ്റില്ല. അതെ, ഇമ്മെന്നാവും, അതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ഇടണം. അടുത്ത ഡസ് നോട്ടിന് എന്തോന്ന് എഴുതാൻ പറ്റും? That is that's അത് നമ്മൾ മാറ്റി. അടുത്ത will not won't it is it's I would I had എന്ന് apostrophe D. apostrophe D. That is ഉണ്ട്. That is നമുക്ക് that's എന്ന് എഴുതാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ that's my ball അല്ലെങ്കിൽ that's my cricket bat അല്ലെന്ത്, അപ്പൊ അങ്ങനെ പറയത്തില്ലേ? അത്രേ ഉള്ളൂ. തീരാറായോ? ഇതിപ്പോ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇനി 4-5 ഉള്ളൂ ശതമാനം. കുറച്ചുണ്ട്. എനിക്ക് 5 ഉള്ളൂ. എന്റേത് ഇപ്പൊ 27 സാറിന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നു. സാർ ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നായിരുന്നു നേരത്തെ. ആണോ? ഓ, 2 പൂച്ചക്കുട്ടികൾ അറ്റത്തറ്റായിട്ട് ഇരിക്കുന്നു. അടിപൊളി, നന്നായി. എന്നിട്ട് ഇന്നില്ലേ ഞാനിപ്പോ അപ്പൊ അങ്ങനെ ബാക്കി ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ് എടുത്താൽ മതിയോ? ബോർ അടിക്കുന്നെങ്കില് നാളെ രാവിലെ ക്ലാസ്. ഓക്കെ, വെയിറ്റ് ചെയ്യേ. റെക്കോർഡിംഗ് ഓഫ് ചെയ്യും.